ഗുണ്ടാ നേതാവ് ഓം പ്രകാശ് ഉൾപ്പെട്ട ലഹരി കേസിൽ സമഗ്ര അന്വേഷണത്തിന് കൊച്ചി പോലീസ് തയ്യാറെടുക്കുന്നുവെന്ന വാർത്ത വരുന്നു. സിനിമാ താരങ്ങൾ ഓം പ്രകാശിനെ കണ്ടതിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാണ് കൊച്ചിയിലെ പോലീസിന്റെ തീരുമാനം. ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ ഉടൻ ശേഖരിക്കും. ഓം പ്രകാശിന്റെ മുറിയിലെത്തിയവരിൽ ക്രിമിനൽ കേസ് പ്രതികളും ഉണ്ടായിരുന്നതായി പോലീസിന് സംശയം. ഇന്നലെ കൊച്ചിയിൽ സംഘടിപ്പിച്ച DJ പാർട്ടിയിൽ ലഹരി ഒഴുകി എന്നാണ് പോലീസിന് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ. ഓം പ്രകാശ് കൊച്ചിയിലെത്തിയത് DJ പാർട്ടിയിൽ കൊക്കൈൻ എത്തിക്കാനെന്നും പോലീസ് പറയുന്നു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ് വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് നമുക്കൊപ്പം പ്രൈം ടൈമിൽ ചേരുകയാണ്. വിഷ്ണു, എന്തൊക്കെ വിവരങ്ങളാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്? എസ്കേൻ, ഈ ലഹരി കേസിൽ നിലവിൽ ഓം പ്രകാശിനും ഓം പ്രകാശിൻ്റെ ഒപ്പം ഒന്നാം പ്രതിയായിരുന്ന ഷിഹാസിനും ജാമ്യം ലഭിച്ചു. അവർ ജയിലിന് പുറത്തേക്കെത്തി. പക്ഷേ വളരെ ഞെട്ടിപ്പിക്കുന്നൊരു വാർത്ത പുറത്തു വന്നത് പോലീസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടാണ്. ആ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് 2 പേരുകൾ പരാമർശിച്ചിരുന്നു. ആ 2 പേരുകൾ ശ്രീനാഥ് ബാസി, പ്രയാഗ മാർട്ടിൻ എന്നാണ്. ഈ യുവ സിനിമാ താരങ്ങൾ ഓം പ്രകാശ് താമസിച്ചിരുന്ന ആഡംബര ഹോട്ടലിലെ മുറിയിൽ സന്ദർശനം നടത്തിയെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇവർക്ക് പുറമെ 20-ലധികം ആളുകളും ഈ ഹോട്ടലിലേക്ക് എത്തി ഓം പ്രകാശിനെ സന്ദർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഓം പ്രകാശിന് ജാമ്യം കിട്ടിയെങ്കിലും ഈ കേസ് അന്വേഷണം ഉപേക്ഷിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല. ശക്തമായി സമഗ്രമായി അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഒരു പക്ഷേ ഈ 20 പേരെയും നേരിട്ട് വിളിച്ച് മൊഴി രേഖപ്പെടുത്തും. അതിൽ ചില ആളുകൾക്കെല്ലാം ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. ചില ആളുകൾ MDMA കേസുകളിലടക്കം പ്രതിയായ ആളുകളാണ്. അവരുടെ അറസ്റ്റ് ആവശ്യമെങ്കിൽ രേഖപ്പെടുത്തുമെന്നും സിറ്റി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. പ്രയാഗ മാർട്ടിനും അതോടൊപ്പം തന്നെ ശ്രീനാഥ് ബാസിയും എന്തിന് ഈ ഓം പ്രകാശ് എന്ന ഗുണ്ടയുടെ മുറിയിലേക്ക് എത്തി എന്ന ചോദ്യത്തിന് പോലീസ് ഉത്തരം തേടുന്നുണ്ട്. ആ ഉത്തരം തേടുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ അന്വേഷണം സിനിമാ മേഖലയിലേക്ക് കടക്കുന്നത്. നേരത്തെ സിനിമാ മേഖലയിലെ ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ സിനിമയിൽ നിന്ന് തന്നെ ഉയർന്നിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സിനിമാ താരങ്ങൾ ഈ ലഹരി കച്ചവടത്തിനെത്തിയ ഗുണ്ടാ തലവൻ്റെ റൂമിലെത്തിയത് വീണ്ടും വിവാദമാകുന്നത്. അതുകൊണ്ട് ഇവർ ഏത് സാഹചര്യത്തിൽ എത്തിയെന്ന് വിശദമായി പരിശോധിക്കാൻ തീരുമാനിച്ചു. ഇവരുടെ ഹോട്ടലിൽ എത്തിയ CCTV ദൃശ്യങ്ങൾ പോലീസ് സമാഹരിക്കും. ഇതിനോടകം തന്നെ ഇവർ ഹോട്ടലിൽ എത്തിയതിൻ്റെ രജിസ്റ്ററും അതോടൊപ്പം ഈ ഓം പ്രകാശിൻ്റെ മൊഴിയും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇനി ഇവർ എന്തിനെത്തി എന്നുള്ളതാണ് പോലീസിന് അറിയാനുള്ളത്. അടുത്ത ദിവസങ്ങളിൽ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവരെ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്താനാണ് തീരുമാനം. ഒപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടായത്, ഇന്നലെ എറണാകുളത്തൊരു DJ പാർട്ടി നടന്നിരുന്നു. ഈ DJ പാർട്ടിയിലേക്ക് ലഹരി മരുന്നുകൾ എത്തിക്കാൻ, പ്രത്യേകിച്ച് കൊക്കൈൻ പോലെയുള്ള സിന്തറ്റിക് ഡ്രഗ് എത്തിക്കാൻ വേണ്ടി ഈ ഓം പ്രകാശ് കൊച്ചിയിൽ എത്തി എന്നുള്ളതാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ DJ പാർട്ടി കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു. ഇതിനോടകം തന്നെ 4-ലധികം ആളുകളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. സമഗ്രവും അതോടൊപ്പം വിശാലവുമായ ഒരു അന്വേഷണത്തിലേക്ക് ഈ കേസിൽ പോലീസ് കടക്കുന്നു. അത് ഓം പ്രകാശിലും ഷിഹാസിലും മാത്രമായി ഒതുങ്ങുന്നില്ല. അത് സിനിമാ മേഖലയിലും അതോടൊപ്പം കൊച്ചിയിലെ പ്രധാനപ്പെട്ട ലഹരി ഇടപാടുകളിലേക്കും ആ അന്വേഷണം എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഉടനടി ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനും സമർപ്പിക്കും. എക്സൈസും ഈ വിഷയത്തിൽ വിശദമായ പരിശോധന നടത്തും എന്നാണ് ലഭ്യമാകുന്ന വിവരം. SK. ഓക്കെ, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഷാനവാസ് TA പറയുന്നു, മുഖത്ത് ഒരിത്തിരി ചായം കൂടിയോ എന്ന് സംശയം. ചായം കൂടിയതായിട്ട് തോന്നുന്നില്ല. അങ്ങനെ തോന്നിയോ?